സ്മാർട്ട് വർക്കിലൂടെ ചെയ്യുമ്പോൾ എന്താ, നമ്മൾ അവസാന നിമിഷം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ടിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ വീക്ക് പോയിന്റ് എന്നുള്ളത് കണ്ടുപിടിച്ചത്. ഫോർ എക്സാമ്പിൾ റീഡിംഗിൽ പാർട്ട് എ ആണ് നമ്മുടെ വീക്ക് പോയിന്റ് എങ്കിൽ സ്കിമ്മിങ്ങും സ്കാനിങ്ങും നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കുക. സ്കിമ്മിങ്ങും സ്കാനിങ്ങും നന്നായിട്ട് ചെയ്ത് നോക്കിയിട്ട് അവിടെ നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ നോക്കുക. സോ ഓരോ മൊഡ്യൂളിലും റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിംഗ് എന്ന് പറയുന്ന 4 മൊഡ്യൂളിലും നിങ്ങൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഒരു പ്രാക്ടീസിങ് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റണം വേർ യുവർ പ്രോബ്ലം ലൈസ്, അല്ലെങ്കിൽ ഇൻ വിച്ച് സെഷൻ ഓർ വിച്ച് പാർട്ട് ഓഫ് എ പെർട്ടിക്കുലർ മൊഡ്യൂൾ ദാറ്റ് ഐ ഹാവ് ലെസ് കോൺഫിഡൻറ്റ് വിത്ത്. അപ്പോൾ ഏത് സെഷനിലാണോ ഞാൻ കോൺഫിഡൻറ്റ് ഇല്ലാത്തത് അത് കണ്ടുപിടിച്ചിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ലിസണിങ്ങിൽ പാർട്ട് എയിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ പാർട്ട് എ വീണ്ടും 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 ചെയ്ത് നോക്കുക. ഒരു പർട്ടിക്കുലർ ഫ്രേസ് നമുക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. പ്രൊനൗൺസിയേഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ലിസണിങ്ങിൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കുക. സോ ആ വീക്ക് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യുക. Along with the material preparation that we are doing, ആ വീക്ക് സെക്ഷൻസ് നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നമ്മുടെ അത് എക്സാം ഓറിയന്റഡ് രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് സംഭവം നോക്കുക. ഒരു കൂടുതലും ഇപ്പോൾ ലാസ്റ്റ് ഒരു എക്സാമിന് ഒരാഴ്ചയേ ഉള്ളൂ എന്നും പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഞാൻ ഈ വീക്ക് കൊണ്ട് ഒരു 100 മെറ്റീരിയൽസ് ചെയ്യും അല്ലെങ്കിൽ ഒരു 50 മെറ്റീരിയൽസ് ചെയ്യും. നല്ലതാണ് നമ്മൾ മെറ്റീരിയൽസ് ചെയ്യുന്നത്, പക്ഷേ മെറ്റീരിയൽസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൺവേർട്ട് ദാറ്റ് മെറ്റീരിയൽ ഇൻ ടു എ സ്മാർട്ട് വർക്ക്. നിങ്ങൾ മെറ്റീരിയൽ ചെയ്യുമ്പോൾ തന്നെ അതൊരു എക്സാം ഓറിയന്റഡ് സ്മാർട്ട് വർക്ക് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ നോക്കും. IILT, it's my cup of tea.